അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് ചോദിച്ച ആദ്യത്തെ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ ആണിത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ ഫ്രം എ നമ്പർ. ഇതിനകത്ത് വരുന്ന നെക്സ്റ്റ് തൊട്ടടുത്ത് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കി വെച്ചിട്ടുള്ള 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ ആണ്. ഇവിടെ 1ന്റെ സ്ക്വയർ 1, ഇത് 1ന്റെ സ്ക്വയർ, ഇത് 2ന്റെ സ്ക്വയർ, ഇത് 3യുടെ സ്ക്വയർ എക്സെട്ര പോകും. അപ്പൊ അടുത്ത നമ്പർ ഏതിന്റെ സ്ക്വയർ ആയിരിക്കും പെർഫെക്റ്റ് സ്ക്വയർ വരുന്നത്? 4ന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ 4ന്റെ സ്ക്വയർ വരും. 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 16 വരും. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ആൻസർ ഈസ് 16 വരും. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്താ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, അതിനനുസരിച്ച് ആൻസർ ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക് നമുക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം ആണ്. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള പ്രോബ്ലം നമ്മൾ എപ്പോഴും ഓരോ ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാം, ഏത് ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. ഇവിടെ അരിത്തമെറ്റിക് സീക്വൻസിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ആണത്. റീഡ് ദ 2 സ്റ്റേറ്റ്മെന്റ്. 2 സ്റ്റേറ്റ്മെന്റ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ദെൻ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് ടേം ഈസ് AP 17. അതായത് രണ്ടാമത്തെ ടേമിന്റെയും 5ാമത്തെ ടേമിന്റെയും തുക എന്ന് പറയുന്നത് 17 ആണെന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. ഇനി അടുത്ത എന്താ? സം ഓഫ് തേർഡ് ആൻഡ് ഫോർത്ത് ടേം ഈസ് ഓൾസോ 17. അതായത് 3ാമത്തെ ടേമിന്റെയും 4ാമത്തെ ടേമിന്റെയും തുക 17 ആണെന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്നാ? ഇനി AP is the sum of 2 position is equal to the sum of the other 2 position, then the sum of the terms of each pair is same. 2 പെയറും എന്താണ്? നമ്മൾ 2 പൊസിഷനിലുള്ള നമ്പേഴ്സുകൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ വരുന്ന ആ സെയിം നമ്പേഴ്സിന്റെ സമ്മ് വരുന്ന പൊസിഷൻസ് ഏത് പെയർ ആഡ് ചെയ്താലും സെയിം നമ്പർ തന്നെ കിട്ടും. സം എപ്പോഴും സെയിം ആണെന്നുള്ളതാണ് രണ്ടാമത് കണ്ടീഷൻ പറഞ്ഞേക്കണം. ഇനി ഇവിടെ നമുക്ക് ആൻസർ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് 2 ആർ ഫോൾസ്. 1 ട്രൂ ആണ്, 2 ഫോൾസ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. സ്റ്റേറ്റ്മെന്റ് രണ്ടും എന്താണ്? ഫോൾസ് ആണ്. ഇനി ഒന്നാമത്തത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ആണ്. The statement 2 is the correct reason for statement 1. Both statement are true. The statement 2 is not a correct reason for statement 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എങ്ങനെ ഇതിന്റെ ആൻസർ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്നാ നോക്കാം? സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് ടേം ഈസ് 17. ഇപ്പൊ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് ടേം S2 പ്ലസ് S5 എന്ന് പറയുന്നത് 17 ആണെന്നാ പറഞ്ഞേക്കണം. അത് ഫസ്റ്റ് 1 നമ്മൾ എഴുതി. പിന്നെ അടുത്ത് പറഞ്ഞേക്കണ തേർഡ് ആൻഡ് ഫോർത്ത് ടേം. അപ്പൊ എന്താ? X3 പ്ലസ് X4 എന്ന് പറയുന്നതും എത്രയാ? 17. കറക്റ്റ് ആൻസർ അല്ലേ? സ്റ്റേറ്റ്മെന്റ് ട്രൂ അല്ലേ 1? കാരണം എന്താ? ഇവിടെ 5 2 7, ഇവിടെ 4 3 7. അപ്പൊ 2 പേയേഴ്സ് അവിടെ തന്നേക്കണം. അപ്പൊ അത് രണ്ടിന്റെയും തുക എപ്പോഴും എങ്ങനെയിരിക്കും? എത്ര പേയേഴ്സ് എടുത്താലും അതിന്റെ എല്ലാം സം എന്ന് പറയുന്നത് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണ്. ഇപ്പൊ X1 പ്ലസ് ഇവിടെ 2 7, 4 3 7 ആണ്. അപ്പൊ X1 പ്ലസ് X6 എടുത്താലും എന്ത് തന്നെയായിരിക്കും? 17 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഏത് നമ്പർ, ഈ 2 നമ്പറിന്റെ തുക 7 വരുന്ന ഏതൊക്കെ നമ്പറിന്റെ പേഴ്സിന്റെ സം എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 17 ആയിരിക്കും. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ട്രൂ ആണ് നമുക്ക് കിട്ടിയത്. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആയി. ദെൻ സ്റ്റേറ്റ്മെന്റ് 2 എന്താ നമ്മളോട് പറഞ്ഞേക്കണം? ദ അരിത്തമെറ്റിക് സീക്വൻസ് ഇഫ് ദ സം ഓഫ് 2 പൊസിഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് അതർ 2 പൊസിഷൻ എന്നാ പറഞ്ഞേക്കണം. കറക്റ്റ് അല്ലേ? ഏതെങ്കിലും 2 പൊസിഷന്റെ സം എന്ന് പറയുന്നത് ഈക്വൽ ടു ദ സം ഓഫ് അതർ 2 പൊസിഷൻ. ഇത് കറക്റ്റ് അല്ലേ? ഇത് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞേക്കണം. ഇതെന്താണ്? സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞേക്കണം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 എന്ത് തന്നെയാണ്? ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് അല്ലെ? സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആൻസർ തന്നെയാണ്. ഇനി നമ്മുടെ ഓപ്ഷൻസ് ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്. പക്ഷേ സെക്കൻഡ് എന്താ പറഞ്ഞേ? സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ് എന്നാ പറഞ്ഞേക്കണേ. പക്ഷെ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറഞ്ഞത് എന്താണ്? ഇത് ഡെഫിനിഷൻ രൂപത്തിൽ പറഞ്ഞു, ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കണം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ട്രൂ ആണ്. അപ്പൊ എ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്. 1 ട്രൂ ആന്ന് പറയുന്നത് കറക്റ്റ് ആണ്. പക്ഷെ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അത് കറക്റ്റ് ആണോ? തെറ്റല്ലേ? അത് ഫോൾസ് അല്ല, അതും ട്രൂ തന്നെയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് തെറ്റാണ്. അപ്പൊ അടുത്ത് നോക്കാം, ബി ആണ് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. തിരിച്ചു വന്നേക്കുക. അപ്പൊ അത് തെറ്റല്ലേ? കാരണം എന്നാ? സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം എന്ത് തന്നെയാണ്? ട്രൂ ആണ്. അപ്പൊ അത് ബിയും നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. സി ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. 2 സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് അല്ലെ? അത് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് അത് എടുക്കാം. സി നമുക്ക് ഒഴിവാക്കി. അപ്പൊ നമുക്ക് സിയിലേക്ക് വരാം. 2 സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പറഞ്ഞേക്കണേ. അത് കറക്റ്റ് ആണ്. 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. ഇനി പറഞ്ഞേക്കണെന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ കറക്റ്റ് റീസൺ ഫോർ ദ സ്റ്റേറ്റ്മെന്റ് 1. കറക്റ്റ് ആണ്. കറക്റ്റ്, അതായത് സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് റീസൺ ഫോർ ദ സ്റ്റേറ്റ്മെന്റ് 1. ഈ 1ന്റെ റീസൺ ആണ് സ്റ്റേറ്റ്മെന്റ് 2. കാരണം ഇത് ഡെഫിനിഷൻ ആണ്. അത് നമ്മളൊരു എക്സാമ്പിളിൽ കൂടെ ചെയ്തേക്കണം. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് ഓപ്ഷൻ ആൻസർ സി ആണ് കറക്റ്റ്.
പിന്നെ ഡിയിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. സ്റ്റേറ്റ്മെന്റ് ടു ഈസ് നോട്ട് എ കറക്റ്റ് റീസൺ ഫോർ ദ സ്റ്റേറ്റ്മെന്റ് 1 എന്നാണ് പറഞ്ഞാണ്. അതൊരിക്കലും ശരിയല്ല. നമ്മൾ എന്താ ശരിക്കും ഇത് ഡെഫിനിഷൻ, ഇതൊരു എക്സാമ്പിൾ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിന്റെ റീസൺ ആണ് ശരിക്കും എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ കറക്റ്റ് റീസൺ ഫോർ ദ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് സി ആണ് നമ്മുടെ ഓപ്ഷൻ ആൻസർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഓരോന്നും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് അതിനകത്തുള്ള സ്റ്റേറ്റ്മെന്റുകൾ നോക്കിയിട്ട് ശേഷം മാത്രമേ നമ്മൾ ഏതാണെന്ന് കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റൂ.